ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ പോക്കറ്റ്സ് ചെക്ക് ചെയ്യണം, അതിനകത്ത് ടിഷ്യൂവോ പൈസയൊക്കെ ഉണ്ടെങ്കിൽ. അടിപൊളിയായിട്ട് ഡ്രൈ ആയി നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ഹോപ്പ് എവ്രി വൺ ഈസ് ഡൂയിങ് വെൽ. ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ബ്ലാങ്കറ്റ്സ് എല്ലാം വാഷ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മുടെ മെഷീനിലാണെങ്കിൽ ഇത് വാഷ് ചെയ്യാൻ അത്രയും സ്പേസും ഇല്ല, എല്ലാം കൂടി നമുക്ക് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യണം. ദ ഒൺലി വേ ഇസ് ടു ടേക്ക് എവറിത്തിങ് ഇൻ എ ലോണ്ട്രി റൂം. ലോണ്ട്രി റൂം എന്ന് വെച്ചാൽ വാഷ് മീ സെൻറ്റേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസം മോറിസൺസിൽ പോയപ്പം അവിടെ നമ്മൾ കണ്ടു. അതിൻ്റെ അടുത്തൂടെ നടന്നപ്പോൾ തന്നെ ഭയങ്കര അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ബ്ലാങ്കറ്റ് ആയിരിക്കും ഇടുന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഡ്രൈ ആയി കിട്ടും. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് മടുക്കുന്ന ഫീലിംഗ് വരും. ബിക്കോസ് ഇതൊക്കെ ഡ്രൈ ആയി കിട്ടണമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇതെല്ലാം കൊണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പിന്നെ ഇനി ഒരു ഷീറ്റും കൂടി ഉണ്ട്, അതിൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതും കുറേ കാലമായിട്ട് വാഷ് ചെയ്യണം എന്ന് വിചാരിച്ച് അതിനകത്ത് കിടപ്പുണ്ട്. ദ പ്രോബ്ലം ഇസ് ദാറ്റ് വാഷിങ്ങിന് എടുക്കുമ്പം ഷീറ്റൊക്കെ കാണുമ്പം അത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇടാനുള്ള ഡ്രസ്സുകളും അതൊക്കെ ആയിരിക്കും വാഷ് ചെയ്യുന്നത് ഫസ്റ്റിൽ. അപ്പം അത് വാഷ് ചെയ്ത് കഴിയുമ്പം പിന്നെ ക്ഷീണമായി, പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇന്ന് എന്തായാലും നോർമലി യൂസ് ചെയ്യുന്നത് തന്നെ 3 ബ്ലാങ്കറ്റ്സ് ഉണ്ട്. ഇപ്പോഴല്ല, ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. പക്ഷെ ഇതെന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. നമ്മുടെ വാഷിംഗ് മെഷീനിലൊന്നും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സാറ്റിസ്ഫൈ ആവാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര സ്പേസ് ആണ് എടുക്കുന്നതെന്നറിയോ? ഇത് ഒറ്റ ഒരു ബ്ലാങ്കറ്റ് ഇട്ടാൽ പോലും മൊത്തം സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് വാഷ് ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് അത്ര ഒരു ഫ്രഷ്നെസ് ഒന്നും എനിക്ക് തോന്നാറില്ല. സോ ഈ വാഷ് മീ സെൻറ്ററിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സും കിട്ടും, നല്ല ഡ്രൈ ആയി കിട്ടും. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരേ ദിവസം എല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടും. അതുകൊണ്ടാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വാഷ് മീ സെൻറ്ററിൽ പോയിട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പം ഞാൻ റെഡി ആവുകയാണ്. സോ സീ യു ഗൈസ് സൂൺ. ഓക്കെ, ഐ എം റെഡി നൗ. ഓക്കെ, ഇതും കൂടി ഒന്ന് വാഷ് ചെയ്യണം. ബിക്കോസ് എവറി ടൈം ദാറ്റ് ഐ സീ ദിസ് ഇൻ ദി ലോണ്ട്രി ബാസ്ക്കറ്റ്, ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി ഡ്രസ്സുകൾ മാത്രം വാഷ് ചെയ്യും. അപ്പം ഇതും കൂടി വാഷ് ചെയ്ത് കിട്ടുമല്ലോ. സോ ഇത്രയും സാധനങ്ങളാണ്, ഇതെല്ലാം വാഷ് ചെയ്യണം. ദിസ് വൺ ഓൾസോ. Let's go laundry washing. സോ we've reached the wash me center. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇവിടെ എഴുതിയേക്കുന്നത് ഡു 2 weeks worth of laundry while you shop. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പാർക്കിങ്ങിൽ കുറേ കാർസ് ഉണ്ട്, പക്ഷെ ആൾക്കാരെ കാണുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഈ ക്ലോത്ത്സ് വാഷിങ്ങിന് ഇട്ടിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവണം. ബിക്കോസ് ഈ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ അറ്റ്ലീസ്റ്റ് 1.5 hours എടുക്കും. ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. 2 സൈഡ്സിലും മെഷീൻസ് ഉണ്ട്, പക്ഷെ ആകെ ഒരെണ്ണം മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ ഡ്രൈയിലും വാഷിലും ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ സൈഡിൽ ഡ്രൈയിൽ മാത്രമേ ക്ലോത്ത്സ് ഇട്ടിട്ടുള്ളൂ. വാഷിൻ്റെ 20 kg ആൻഡ് 9 kg ബോത്ത് മെഷീൻസ് ആർ ഫ്രീ. ഈ സ്ക്രീനിൽ സൈക്കിൾ പ്രിഫറൻസസ് ആൻഡ് അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കാണിക്കും. അതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് കാർഡ് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ 9 kg ആണോ 20 kg മെഷീനാണോ യൂസ് ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് അക്കോർഡിംഗ് ടു ദ വെയ്റ്റ് 9 kg ഒക്കെ വരുള്ളൂ. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ലാർജ് വോള്യൂംസ് ലൈക്ക് ഡുവേസ്, കുഷൻസ്, കർട്ടൻസ്, സോഫ കവേഴ്സ് ആൻഡ് ഫാമിലി ലോണ്ട്രി എല്ലാം ഈ 20 kg മെഷീനകത്താണ് ഇടാനുള്ളത്. വിച്ച് മീൻസ് വി ഹാവ് ടു യൂസ് ദി 20 kg മെഷീൻസ് ഫോർ വാഷിംഗ് ദീസ് ബ്ലാങ്കറ്റ്സ്. ഓക്കെ, സോ ഐ ഹവ് റെഡ് ഓൾ ദ ഇൻസ്ട്രക്ഷൻസ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ മെഷീൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളതെന്ന്. സോ ലെറ്റ്സ് ഗോ ടു ദ കാർ ആൻഡ് ഗെറ്റ് ദ ബ്ലാങ്കറ്റ്സ് നൗ. ഇതിനകത്താണ് നമുക്ക് ഇടാനുള്ളത്. ഡുവേ, കുഷൻസ്, കർട്ടൻസ്, സോഫ കവേഴ്സ് ആൻഡ് ഫാമിലി ലോണ്ട്രി.
ഡ്രസ്സൊക്കെ ഇടാനുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ പോക്കറ്റ്സ് ചെക്ക് ചെയ്യണം. അതിനകത്ത് ടിഷ്യൂവോ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. Wash. 20 kg. Intensive wash, yeah. സോഫ്റ്റ്നർ വേണം. No. No. Continue. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. അങ്ങനെ വാഷിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ്സിൻ്റെ പ്രോസസ്സാണ് വാഷിംഗ് കംപ്ലീറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പം വാഷിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ വാഷിംഗ് മെഷീനിൽ നിന്ന് ക്ലോത്ത്സ് എടുത്തിട്ട് ഡ്രയിങ് മെഷീനിലേക്ക് ഇടണം. സോ ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഡ്രയിങ്ങിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. സോ വൺസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഡ്രയിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടാവും. ഹിയർ യു ക്യാൻ സീ സെലക്ട് റിക്വയർഡ് ടൈമിൽ 20 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ആൻഡ് 60 മിനിറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ 20 മിനിറ്റ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ വാഷിംഗ് ആൻഡ് ഡ്രയിങ് സൈക്കിൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡ്രൈ ആയി നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട്. 20 മിനിറ്റ്സ് മതി. അപ്പോൾ ഇത് കുറച്ച് സമയം ഇട്ടോ അതുകൊണ്ടായിരിക്കും. ഇവിടെ 20 മിനിറ്റ്സ് ഡ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോസ്റ്റയിൽ കയറി. കോസ്റ്റ എൻ്റെ ഫേവററ്റ് ആണ്. ഞാൻ എപ്പോഴും കോസ്റ്റയിൽ പോകും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ട്രോപ്പിക്കൽ മാംഗോ ബബിൾ ഫ്രാപ്പെ ട്രൈ ചെയ്യുന്നത്. 7 on 10. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്കിപ്പം അതിനകത്ത് ദർ ഇസ് എ ലെവൽ ടു വിച്ച് ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അത്രയും ക്ലോത്ത്സ് നമുക്ക് അതിലിടാൻ പറ്റും. പക്ഷെ നമ്മളാകെ 4 ബ്ലാങ്കറ്റ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഒരു ബെഡ്ഷീറ്റും. നെക്സ്റ്റ് ടൈം ആകുമ്പം വി ക്യാൻ bring more clothes. So depending upon the weight of the clothes. അപ്പം 20 kg ആണെങ്കിൽ 45 minutes to 1 hour ആണ് അതിൻ്റെ ടൈമിംഗ് വാഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡ്രൈയിങ്ങിലാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ഫോർ you can choose 20 or 40 or 60. That's all in this video. I hope you guys enjoyed watching this video. If you did, then please do subscribe to the channel. Please do like, share and comment. So until I see you next time in another video. Bye bye. See you. Take care.